ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ വന്നത് ഈ ഒരു കുർത്തി മോഡലാണ് കേട്ടോ. ഫ്രണ്ടിൽ ബോക്സ് പ്ലീറ്റൊക്കെ വരുന്ന പെയിൻറ്റിങ്ങും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ പല ക്ലിപ്പുകളും ഇതിലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ചധികം പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യണത്. ആദ്യം തന്നെ നമുക്ക് പെയിൻറ്റിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാം. 4 കളർ പെയിൻറ്റാണ്, 4 അല്ല 3 കളർ പെയിൻറ്റാണ് വേണ്ടത്. ഒന്ന് ഗ്രീന്, പിങ്ക്, അതുപോലെ തന്നെ വൈറ്റും. ഇത് കൂടാതെ മീഡിയം വണ്ണും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഇതാണ് നമ്മുടെ മീഡിയം വണ്ണ് കേട്ടോ. ആക്രിലിക് പെയിൻറ്റ് പൊതുവെ ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയം വണ്ണ് യൂസ് ചെയ്യുന്നു. ആക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു 3 ഡ്രോപ്പ് പെയിൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഡ്രോപ്പ് മീഡിയം വണ്ണ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫാബ്രിക്കിൽ അപ്ലൈ ചെയ്യാറ്. ഫാബ്രിക് പെയിൻ്റ് ആണെങ്കിൽ പൊതുവേ ലൂസ് കൺസിസ്റ്റൻസിയാണ്, അപ്പോൾ അതിന് നമ്മൾ മീഡിയം വണ്ണ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്രിലിക് പെയിൻ്റാണ് ഞാൻ പൊതുവെ ഉപയോഗിക്കുന്നത്. എനിക്ക് ഈസി ആയിട്ട് ഇഷ്ടപ്പെട്ട കളർ കിട്ടുന്നത് ആക്രിലിക്കിലാണ്. അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ഫാബ്രിക്കും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അലക്കിയ കളർ പോകുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇല്ല കേട്ടോ, അലക്കിയ കളർ പോവില്ല. നമ്മളിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പെയിൻറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അതിന് ശേഷം മാത്രം ഒരു പേപ്പർ മുകളിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ അതവിടെ ഫിക്സായി കിടന്നോളൂ കേട്ടോ. ആദ്യം ബാക്ക് പോർഷൻ കട്ട് ചെയ്തു, പിന്നെയാണ് ഫ്രണ്ട് കട്ട് ചെയ്തത്. ആദ്യം തന്നെ നമുക്ക് വരയ്ക്കേണ്ട ചിത്രം ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് ഞാൻ ഫുള്ള് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ പരീക്ഷിച്ചത് ബാക്ക് ഭാഗത്താണ്. എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയാൽ കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ട് കേട്ടോ. ആദ്യം നമ്മൾ എന്തായാലും വൈറ്റ് പെയിൻറ്റ് കോട്ട് ചെയ്ത് കൊടുക്കണം. കാരണം ബേസ് കോട്ടായിട്ട് എപ്പോഴും അടിക്കുന്നതാണ് നമുക്ക് ഫുൾ കവറേജ് കിട്ടാനും പെട്ടെന്ന് കവറാവാനും വൈറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. അതിന് ശേഷം മാത്രമേ നമ്മൾ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ. അതും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഏതൊരു കളറും നമ്മൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ കാർബണിൻ്റെ ട്രേസിങ് ചെയ്ത ആ വരണ്ടല്ലോ, അത് പോവില്ല. അതുകൊണ്ട് അതും മാക്സിമം ഫുള്ള് കവർ ചെയ്തിട്ട് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ ഒരുപാട് നല്ല ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു ഡിസൈനാണല്ലേ. ഞാനിത് പാൻറ്റിൻ്റെ തുണിക്ക് വാങ്ങിയിട്ടുള്ള ഇതായിരുന്നു കേട്ടോ. നല്ല കട്ടിയുള്ള ഒരു കോട്ടനാണ്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉദിച്ചത്. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഞാൻ ഫുള്ള് വരച്ച് കഴിഞ്ഞു. കട്ട് ചെയ്തതിന് ശേഷം കേട്ടോ പെയിൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ കുറേ പീസ് വേസ്റ്റായി പോകില്ലേ എന്ന് വിചാരിച്ചിട്ട്. യോക്ക് പോർഷൻ ഒരു 14.5 ഇഞ്ച് താഴ്ത്തിയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ബോക്സ് പ്ലീറ്റ് വെക്കാനും. കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് 5.5, വിഡ്ത്ത് 3, ആം ഹോൾ 6.5 ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഫുള്ളായിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോക്സ് പ്ലീറ്റ് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ യോക്ക് പോർഷൻ 14 കട്ടി സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്കതെന്തോ എന്തോ ഒരു ഭംഗിയില്ലായ്മ തോന്നി. ആ യോക്ക് ഇറങ്ങിയപ്പോൾ തടിയുള്ളത് പോലെയോ അങ്ങനെ എന്തൊക്കെയോ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടെ കയറ്റി ആ യോക്ക് കട്ട് ചെയ്തു. അതായത് ഏകദേശം ഒരു 10.5 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതിലാണ് കേട്ടോ ഇപ്പോൾ ഈ ഫൈനൽ ലുക്ക് ഈ 10.5 ഇഞ്ചിലാണ്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം ഞാൻ ഇത് ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ തന്നെ ഇത് വഴുകിപ്പോയി, ഞാൻ കുറച്ച് തിരക്കിലായി പോയിട്ട് അതാണ് ഇത്രയും വഴുകിയത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ യോക്ക് കട്ട് ചെയ്തപ്പോൾ ഫ്രണ്ടിൽ ഇറക്കം കുറഞ്ഞു, സ്വാഭാവികം. അപ്പം ഞാനത് എക്സ്ട്രാ ഒരു പീസും കൂടെ വെച്ച് എനിക്കൊരു 2-3 ദിവസം എടുത്തിട്ടോ ഈ ഒരു ഫൈനൽ ലുക്ക് കിട്ടാൻ. പക്ഷെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇതുപോലെ വൈറ്റ് കളറോ ഓഫ് വൈറ്റ് കളറോ എന്തിലും വേണമെങ്കിലും നമുക്ക് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഒരു മരുന്നല്ല, പെയിൻറ്റിന് ടെപ്പിക്ക് വരുന്നത് 25 രൂപയാണ്. ഫാബ്രിക്കും യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മളിത് അയൺ ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും ഇത് പെയിൻറ്റ് ഇളകി പോവില്ല. ഈ ഫൈനൽ ലുക്ക് കണ്ടപ്പോഴാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പാൻറ്റിലും ഇതുപോലെ തന്നെ അടിയിൽ മാത്രമേ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ